സോ ഐ വാസ് വാച്ചിങ് ആൻ ഇൻസ്റ്റഗ്രാം റീൽ ആൻഡ് ആ റീലിൻ്റെ കോണ്ടന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോട്ടർ ഇൻ ലോയുടെ അടുത്ത് മദർ ഇൻ ലോ പറയുകയാണ്, എൻ്റെ മകളിനെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് യു മസ്റ്റ് ഗിവ് ഓൾ യുവർ ഗോൾഡ്. അപ്പം ആ ഡോട്ടർ ഇൻ ലോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയാണ്, സോറി എനിക്കിതൊന്നും തരാൻ പറ്റില്ല, ബിക്കോസ് ഗോൾഡ് എനിക്ക് എൻ്റെ പേരൻസ് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും എൻ്റെ ഫ്യൂച്ചർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ തന്നതാണ്. സോ ഇതൊന്നും എനിക്ക് തരാൻ പറ്റില്ല. ആൻഡ് ഷി വാസ് സെയിങ് ഒപ്പോസ് ചെയ്യായിരുന്നു. സോ ദ കോൺസെപ്റ്റ് ഓഫ് ദ റീൽ ഇസ് ദിസ്. അപ്പം ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. ആൻഡ് ദാറ്റ് റിയലി പിസ് മീ ഓഫ്. ഐ ലിറ്ററലി സോ പീപ്പിൾ റൈറ്റിംഗ്, എൻ്റെ 100 പവൻ പോയി, ഞാൻ ഫോഴ്സ്ഫുള്ളി എൻ്റെ ഗോൾഡ് എല്ലാം എടുത്ത് കൊടുക്കേണ്ടി വന്നു, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇമോഷണലി കൺവിൻസ് ചെയ്ത് എൻ്റെ ഗോൾഡ് എല്ലാം ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ കല്യാണത്തിന് വേണ്ടി കൊടുത്തു. ഞാനിപ്പോൾ അവരാരും എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ഞാൻ ചോദിച്ചിട്ട് ഇവരെനിക്കൊന്നും റിപ്ലൈ തരുന്നില്ല, മദർ ഇൻ ലോ ആണെങ്കിൽ എന്നെ മൈൻഡേ ചെയ്യുന്നില്ല. ഇതൊന്നും ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ഒന്നുമല്ല, ദിസ് ഇസ് ദ റിയാലിറ്റി. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ്. And I recently got to know Sreedhan and dowry are different. Two different things. എനിക്ക് സത്യമായിട്ടും അറിയത്തില്ലായിരുന്നു കേട്ടോ. എത്ര പേർക്ക് ഇത് അറിയാമെന്നൊന്ന് പറയണേ. ബിക്കോസ് ഐ വാസ് തിങ്കിങ് ദാറ്റ് സ്ത്രീധനം ഇസ് ഈക്വൽ ടു ഡവറി. മേ ബി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോയിട്ടില്ല. ആൻഡ് ഐ ഓൾവേസ് ഫെൽറ്റ് അത് രണ്ടും സെയിം ആണ്. സോ സ്ത്രീധനം ഇസ് നോട്ട് ഇല്ലീഗൽ, ബട്ട് ഡവറി ഇസ് ഇല്ലീഗൽ. ഡവറി ആണ് ഇല്ലീഗൽ ആയിട്ടുള്ളത്, സ്ത്രീധനമല്ല. സ്ത്രീധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോവല്ലേ, അപ്പോൾ അവരുടെ ലൈഫ് അവർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പേരൻസ് കൊടുക്കുന്ന ഒരു ഇറ്റ് കുഡ് ബി ഗോൾഡ്, ഇറ്റ് കുഡ് ബി എനിത്തിങ്. അവരുടെ ഫാമിലി തുടങ്ങുന്ന സമയത്തിൽ അവരുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചർ അല്ലെങ്കിൽ കുറച്ച് അപ്ലയൻസസ് അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഗോൾഡ് ആയിരിക്കും കൊടുക്കുക, ചിലപ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കും കൊടുക്കുക. അപ്പം ലീഗലി ഈ സ്ത്രീധനം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം ഷെയർ ഓൺ പ്രോപ്പർട്ടി. ആ പെൺകുട്ടിക്ക് അവരുടെ പേരൻസ് കൊടുത്ത ഈ ഗോൾഡ് അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ വാട്ട് എവർ അവരുടെ ഫാമിലി തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വന്തം വീട് വെച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഫർണിച്ചേഴ്സ്, അപ്ലയൻസസ്, ഇതെല്ലാം ആ പെൺകുട്ടിയുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. അവൾക്ക് അവളുടെ ഫ്യൂച്ചറിൽ അവളിനെ സെക്യൂർ ആക്കാനും ലൈഫ് ബിൽഡ് ചെയ്ത് പോവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഓൺ പ്രോപ്പർട്ടി. അതിൽ ഹസ്ബൻഡിന് പോലും ഓണർഷിപ്പ് ഇല്ല. അതായത് എൻ്റെ ആണ് എന്ന് പറഞ്ഞ് ഹസ്ബൻഡിന് പോലും വരാൻ പറ്റില്ല. ദാറ്റ് ഇസ് വാട്ട് സ്ത്രീധനം ഇസ് ഓൾ അബൌട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഞാനും കേട്ടിട്ടുള്ളത് സ്ത്രീധനം ഇല്ലീഗലാണ്, സ്ത്രീധനം ചോദിക്കുന്നത് ഇല്ലീഗലാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബട്ട് സ്ത്രീധനം ഇസ് ഡിഫറെൻറ്റ്. ഈ സ്ത്രീധനം കൊടുക്കുക എന്നുള്ള ഒരു സംഭവം തന്നെ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ എൻ്റെ ടോപ്പിക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പാട്രിയാർക്കിയൽ സിസ്റ്റം വന്നതും നമ്മളുടെ എങ്ങനെയാണ് ഒരു കുടുംബത്തിൻ്റെ സ്വത്തുകൾ തലമുറയായിട്ട് മാറിപ്പോകുന്നതൊക്കെ. സോ സ്വത്തുക്കൾ ആൺകുട്ടികൾ വഴിയായിരിക്കും എപ്പോഴും പോവുക. അപ്പോൾ പെൺകുട്ടി കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോവുകയാണല്ലോ. വേറൊരു വീട്ടിലേക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ ഈ വീടിന്റെ പ്രോപ്പർട്ടിയിൽ ഇവൾക്ക് പങ്കില്ല എന്ന് കാണിക്കാനും അവളെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന്റെ ഒരു കോമ്പൻസേഷൻ ആയിട്ട് നമുക്ക് കരുതാം. ബിക്കോസ് ഷീ ഈസ് എനിവേസ് ഗോയിങ് ടു അനദർ ഹൗസ് ഹോൾഡ് വെയർ അവിടുത്തെ ആ വീട്ടിലെ ആൺകുട്ടിയുടെ പ്രോപ്പർട്ടി അവളാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ഗെറ്റ് ദാറ്റ് പ്രോപ്പർട്ടി ഓർ സംതിങ്. പക്ഷെ അവൾ കല്യാണം കഴിച്ച വീട്ടിലേക്ക് അവളുടെ ഹസ്ബൻഡിന്റെ പേരിലും അവരുടേതായ പ്രോപ്പർട്ടി ഉണ്ടാകും. സോ ഇതാണ് അവരുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലത്തെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അവളെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന്റെ ഒരു കോമ്പൻസേഷൻ കൂടിയാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഈ ഗോൾഡ് ആൻഡ് മണി ആൻഡ് ഓൾ ദീസ് തിങ്സ്, ഇറ്റ്സ് ഹർ ഓൺ തിങ്, ഇറ്റ്സ് ഹർ ഓൺ. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ എന്തായി, ഇത് എക്സ്പെക്ടേഷനായി മാറി. കാരണം അപ്പം അന്നത്തെ സൊസൈറ്റി നോക്കുമ്പം ഈ കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടികളുടെ പേരിൽ എപ്പോഴും ഒരു എന്തെങ്കിലും കാണും, ഗോൾഡായിട്ടോ ക്യാഷ് ആയിട്ടോ ഒക്കെ കാണും. സോ അതൊരു എക്സ്പെക്ടേഷനായിട്ട് മാറി. പിന്നെ ഈ എക്സ്പെക്ടേഷൻ തന്നെ ഈ പെൺവീട്ടുകാർ എന്താ കൊടുക്കുന്നതെന്നുള്ള ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഫോഴ്സ്ഫുള്ളായി. അവളുടെ ഫാമിലീനെ ഫോഴ്സ് ചെയ്യുന്നതൊക്കെ ഒരു പ്രഷറായി മാറി. നിങ്ങൾ എന്താ കൊടുക്കുന്നത് എന്നുള്ള കൈൻഡ് ഓഫ് ടോക്കായി. പിന്നെ ഈ ഒരു ടോക്ക് വേറൊരു തലത്തിലേക്ക് പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു ഗിവ് സംതിങ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മോളിനെ നോക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മോളെ ഞങ്ങൾ മര്യാദയ്ക്ക് നോക്കണമെങ്കിൽ യു ഹാവ് ടു ഗിവ് സംതിങ് എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ വന്നു ഈ ഒരു സംഭവത്തിന്. അപ്പോൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോൾക്കൊരു ഫ്യൂച്ചറിലേക്ക് ഒരു സെക്യൂരിറ്റി ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ്. പിന്നെ അത് പ്രഷറായി മാറി, പിന്നെ ഡിമാൻഡായി മാറി. ഇപ്പം അത് തന്നെ പല സ്ഥലങ്ങളിലും എക്സ്പ്ലോയിറ്റേഷൻസ് ആയിട്ട് മാറി. അപ്പം ഈ വീഡിയോ കാണുന്നത് പെൺകുട്ടികളാണെങ്കിൽ, എസ്പെഷ്യലി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഹു ആർ സ്റ്റിൽ തിങ്കിങ് ഈ സ്ത്രീധനവും ഡവറിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയല്ല. സ്ത്രീധനം എന്ന് പറയുന്നത്
നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് തരുന്ന അസറ്റ് ആയിരിക്കും. ആൻഡ് ഡവറി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അത് നിങ്ങളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ ചോദിച്ച് വാങ്ങുന്നതാണ്. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളുടെ മദർ ഇൻ ലോയോ ഫാദർ ഇൻ ലോയോ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഗോൾഡ് തരാമോ, സിസ്റ്ററിന്റെ കല്യാണം നടത്താൻ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സേഫ്റ്റി എൻ്റെ കയ്യിൽ തന്നെ വേണം എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക. ഇത് പറയുന്നതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി ഒന്നും ഫീൽ ചെയ്യേണ്ട, ലൈക്ക് ഞാൻ എൻ്റെ സ്വർണ്ണം എല്ലാം എടുത്തു വെച്ചു, എന്നെ ഭയങ്കര ഗ്രീഡി ആയിട്ട് ഇവർ കാണുമോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാശാണ്, അല്ലേ? ക്യാഷോ ഗോൾഡോ എനിത്തിങ് ഇറ്റ് ഈസ്. സോ അതൊരിക്കലും ഗ്രീഡി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ നിങ്ങളിത് പറയുമ്പോഴും മനസ്സിലാക്കാതെ നിങ്ങളുടെ എതിരെ റോങ് ആയിട്ടാണ് പിന്നെ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ വിച്ച് സേസ് സംതിങ് ഡിഫറെന്റ്. യു ഹാവ് ടു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്, റൈറ്റ്? വാട്ട് ആർ ദേ ട്രൈങ് ടു ഷോ, നിങ്ങളത് മനസ്സിലാക്കണം. സോ നിങ്ങൾക്ക് പേരൻസ് സ്ത്രീധനമായി തന്ന കാശോ സ്വർണ്ണോ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുന്നത് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല. അതാരെങ്കിലും ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് തരാൻ പറ്റില്ല, അത് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് തന്നിരിക്കുന്ന പൈസയാണ് എന്ന് പറയുന്നത് യു ആർ നോട്ട് ബീങ് അറഗന്റ്. അതിന്റെ അർത്ഥം നിങ്ങൾ ആ കുടുംബത്തിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്നല്ല. ബിക്കോസ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, റൈറ്റ്? നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇഫ് റിലേഷൻഷിപ്പ് ഇസ് ഗോയിങ് വെൽ, ഇറ്റ്സ് ഗുഡ്. നിങ്ങൾക്കും നിങ്ങളുടെ ഹസ്ബൻഡിനും ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന പൈസയാണ് ഇത്. പുറത്തേക്ക് നിങ്ങൾ കൊടുത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ മദർ ഇൻ ലോയോ ഫാദർ ഇൻ ലോയോ അല്ലെ ഹസ്ബൻഡോ ആരെങ്കിലും പറയാണ് എൻ്റെ പെങ്ങളിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്റെ പൈസ തരണം എന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ സ്ട്രിക്ട്ലി സേ, അവർക്കൊരു പെൺകുട്ടിയാണെന്ന് അറിയായിരുന്നു, എൻ്റെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടണം എന്നറിയായിരുന്നു, ആൻഡ് ദേ ആർ ഇമാജിനിങ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി കുറേ സ്വത്തുക്കൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൂടായിരുന്നോ? അത്രയും വിചാരിച്ചാൽ മതി. സോ യു ക്യാൻ ആസ്ക് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ബട്ട് നോട്ട് ബീങ് വെരി അറഗന്റ്. നിങ്ങളിങ്ങനെ ചോദിക്കുന്നതിലൂടെ നിങ്ങളൊരു ബാഡ് ഡോട്ടർ ഇൻ ലോ ഒന്നും ആവത്തില്ല. ബട്ട് യു ആർ ജസ്റ്റ് പുട്ടിങ് യുവർ സെൽഫ് ഇൻ എ സ്റ്റേറ്റ് ദാറ്റ് വേറൊരാൾക്ക് വന്ന് തട്ടിക്കളിക്കാനുള്ള ഒരാളല്ല എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സ്ത്രീധനം ആൻഡ് ഡവറി ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കിത് രണ്ടും രണ്ടാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. ബിക്കോസ് അങ്ങനെയാണ് നമ്മളുടെ നാട്ടുകാരും സൊസൈറ്റിയും ഈവൻ എല്ലാ സിസ്റ്റവും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ട് തരുന്ന പൈസ ഓർ അവരവർ സന്തോഷത്തോടെ തരുന്ന ഗോൾഡോ ക്യാഷോ എന്തോ ആയിക്കോട്ടെ, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാനും വേണ്ടിയിട്ടുള്ള പൈസയാണ്. ഇറ്റ് ഈസ് നോട്ട് എനിബഡി എൽസസ് പ്രോപ്പർട്ടി. ഇതിൽ ആർക്കും ഒരു ചോദ്യം ചെയ്യാനും പറ്റത്തില്ല. ഈവൻ യുവർ ഹസ്ബൻഡ് കനോട്ട്. സോ നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഫോൾ ഫോർ ഇറ്റ്. ഫസ്റ്റ് തിങ് ഇസ്, ഡവറി ചോദിക്കുന്ന ഏതെങ്കിലും ഒരു പ്രപ്പോസലാണ് വരുന്നതെങ്കിൽ പ്ലീസ് സേ നോ. ആൻഡ് ഐ നോ ദാറ്റ് ഇന്നത്തെ പെൺകുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് നോ പറയാൻ അറിയാം. ഐ എം സോ ഹാപ്പി ദാറ്റ് ഇന്നത്തെ പെൺകുട്ടികൾ എത്ര സ്ട്രോങ് ആണെന്നൊക്കെ. സോ അത് ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. ബിക്കോസ് എനിക്ക് ആ റീല് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചിട്ട് ഐ ഫെൽ സോ ബാഡ്, സോ പിസ്ഡ് ഓഫ്. എത്ര പേരാണ് കമന്റ്സ് ഇട്ടേക്കുന്നത്? ഇറ്റ്സ് ലൈക്ക് അവർ ഫോഴ്സ്ഫുള്ളി ചോദിക്കുന്നു ആൻഡ് ദേ ആർ ജസ്റ്റ് ഗിവിംഗ്, ദീസ് ഗേൾസ് ആർ ഗിവിംഗ് ദ ഗോൾഡ് നോട്ട് ബിക്കോസ് ദേ ആർ സ്റ്റുപ്പിഡ്. അവരെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഹസ്ബൻഡിന് ഒരു പെങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അവളുടെ കല്യാണം വരികയാണ്. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. വി ക്യാൻ ബൈ സംതിങ്, റൈറ്റ്? നമുക്ക് ഗോൾഡോ എന്ത് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാം. ഇറ്റ് ഡസൻറ്റ് മീൻ എൻ്റെ സ്വത്തുക്കളും എനിക്ക് എൻ്റെ പേരൻസ് തന്ന എല്ലാ സാധനവും എഴുതി അവർക്ക് കൊടുക്കണം. നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സേ നോ, 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 നോ. ആ നോ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ മദർ ഇൻ ലോയോ ഹസ്ബൻഡോ ഫാദർ ഇൻ ലോയോ ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്യാൻ നോക്കുന്നതാണെങ്കിൽ യു ഹാവ് ഓൾ ദ സിസ്റ്റം സപ്പോർട്ടിങ് യു. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. സോ യു ആർ നോട്ട് ബീങ് arrogant, യു ആർ നോട്ട് ബീങ് സെൽഫിഷ്, യു ആർ ജസ്റ്റ് സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ക്ലിയർലി സ്റ്റേറ്റിംഗ് യുവർ പോയിന്റ്. സോ അതാണ് ഇന്നത്തെ ടോപ്പിക്. ഇറ്റ്സ് നോട്ട് ടു ലോങ്, ഇറ്റ്സ് എ ഷോർട്ട് വീഡിയോ. ഐ നോ ദാറ്റ്. ഇത് പറയണം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധനവും ഡവറിയും ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞ ആ ഒരു റിയലൈസേഷൻ ഇല്ലേ, പെട്ടെന്ന് വന്ന് പറയണം തോന്നി, അത്രേ ഉള്ളൂ. So thank you for watching and bye for now. If you like this video, please hit the like button and subscribe to my channel if you like more interesting video like this. Okay, thank you and bye.